ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ കൊത്ത് പൊറോട്ട എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ കൊത്ത് ചപ്പാത്തി. ഇപ്പം നമുക്ക് വൈകിട്ട് ചപ്പാത്തിക്ക് കറി ഇല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് കേട്ടോ ഇത്. പിന്നെ ചില കുട്ടികൾക്ക് ഈ ചപ്പാത്തി ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ഇത്തിരി കളർഫുള്ളായിട്ട് ചില കുട്ടികളില്ലേ, ഭക്ഷണം ഇത്തിരി കളർഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവക്കുട്ടന് കുറച്ച് കളർഫുള്ളായിരിക്കും എന്താണ് ഇഷ്ടം. മൈഥിലി മോൾക്ക് കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഓരോ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത്തിരി എളുപ്പത്തിലും അതുപോലെ കളർഫുള്ളായിട്ടും ഈ കൊത്ത് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കൊത്ത് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പകുതി സവോളയും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളകൊക്കെ കുട്ടികളുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ വലിയവർക്കാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തു. ഈ പച്ചമുളക് ഞാൻ എടുത്ത് മാറ്റും കേട്ടോ ഒന്ന് വഴറ്റി കഴിയുമ്പോൾ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരുവിധം വഴറ്റി ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ 2 മുട്ടയും തക്കാളിയും കൂടി ആഡ് ചെയ്യണം. തക്കാളി ഒരു പകുതി തക്കാളി മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. ഇവിടെ പിള്ളേർക്ക് അത്ര ഇഷ്ടമില്ല തക്കാളി. പിന്നെ മുട്ട അതൊന്ന് നന്നായി ഡ്രൈ ആയിട്ട് വരണേ. ഞാനിവിടെ കുറച്ച് മുരിങ്ങയുടെ ഇലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയില കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെയും കുറേശ്ശൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പിടി അത്രേ എടുത്തിട്ടുള്ളൂ മുരിങ്ങയില. ഇതൊന്ന് നന്നായി ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ ചപ്പാത്തി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ 4 ചെറിയ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഭയങ്കര വലുതല്ല, ഒരു മീഡിയം സൈസിലുള്ള 4 ചപ്പാത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവാണ്ടിരിക്കാനായിട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിരുന്ന് കറക്റ്റ് സെറ്റായി നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്താണെങ്കിലും അത് ചായയുടെ കൂടെ കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. പിന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് കുക്കിംഗ് വീഡിയോസും പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ബേർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താല്പര്യമുള്ളവർ കണ്ടു നോക്കൂ കേട്ടോ. Thank you for watching this video. See you in next video. Okay, bye.